നമ്മളിപ്പോൾ ഇത് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പോണൻസ് ആൻഡ് ഐസോമർ. അതായത് ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ് നമ്മുടെ ഹൈഡ്രോ കാർബൺസിന്റെ നെയിമിങ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് ഐസോമേഴ്സിനെ പറ്റിയൊക്കെ പഠിക്കുക. സമയം ഉണ്ടെങ്കിൽ കളയുന്നില്ല, എങ്ങനെയാണെന്നുള്ളത് സിമ്പിളായിട്ട് നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒന്നാണ് ഈ പറയുന്ന റൂട്ട് വേർഡ്. അതായത് കാർബൺ ആറ്റംസിന്റെ നമ്പർ അനുസരിച്ചിട്ട് നമ്മൾ ഇതിനെ പേരിടുമ്പോഴത്തേക്കിന് അല്ലെങ്കിൽ നോമൻകൾച്ചർ ചെയ്യുമ്പോഴത്തേക്കിന് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് റൂട്ട് വേർഡ്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ഇത് 1 മുതൽ 10 വരെ മസ്റ്റ് ആയിട്ടും പഠിച്ചു വെച്ചിരിക്കണം. ഈ ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഈ ചാപ്റ്ററിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഈ ഒരു ഇത് എങ്ങനെ ചെയ്യുന്നതെന്നും ഇത് എങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴൊക്കെ യൂസ് ചെയ്യുന്നതെന്നുള്ളതും നമുക്കിനിയിപ്പം വരുന്ന വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രാഞ്ചുള്ള ആൽക്കെയിൻസിന്റെ നോമൻക്ലച്ചർ ആണ്, അല്ലെങ്കിൽ ഒരു ബ്രാഞ്ചുള്ള ഹൈഡ്രോ കാർബണിന്റെ നെയിമിങ് എങ്ങനെയാണെന്ന് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് പഠിക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ നോമൻക്ലേച്ചർ ആണ്, അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ്രോ കാർബണിന്റെ നെയിമിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ ചെയിനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് വെരി സിമ്പിൾ ആണ്, കാണിച്ചു തരാം. ഇതിന്റെ മെയിൻ ചെയിൻ എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹൈഡ്രോ കാർബൺസ് ചെയിൻ ആയിട്ട് നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്പേഴ്സ് ഓഫ് കാർബൺ കണക്ട് ചെയ്ത് നിൽക്കുന്നതിനെയാണ് നമ്മൾ മെയിൻ ചെയിൻ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ടൈപ്പായിട്ട് സെലക്ട് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് ഇതിനെ നമുക്കൊരു മെയിൻ ചെയിൻ ആക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് ഈ ഒരു എൽ ഷേപ്പിൽ നിൽക്കുന്നതിനെ നമുക്ക് മെയിൻ ചെയിൻ ആയിട്ട് സെലക്ട് ചെയ്യാം. കാരണം ഇങ്ങനെ എടുത്താലും നമ്മുടെ ഈ മെയിൻ ചെയിനിൽ 5 കാർബൺ ഉണ്ട്, അതുപോലെ തന്നെ ഇങ്ങനെ എടുത്താലും ഇതിൽ നമുക്ക് 5 കാർബൺ ഉണ്ട്. ഓക്കെ, ഇനി ഇതിനെ ഞാൻ എൻ്റെ മെയിൻ ചെയിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ബാക്കി വരുന്ന ഇതായിരിക്കും എൻ്റെ എന്ത് ബ്രാഞ്ച്. സോ ഇതായിരിക്കും എൻ്റെ മെയിൻ ചെയിൻ, അതുപോലെ ഈ കിടക്കുന്ന CH3 ആയിരിക്കും എൻ്റെ ബ്രാഞ്ച്. ഓക്കെ, ഇപ്പം എനിക്ക് മെയിൻ ചെയിനും ബ്രാഞ്ചും കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ബ്രാഞ്ചിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കും റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കും ഞാൻ നമ്പേഴ്സ് ഇടുക. സോ 1 2 3 4 5, അതുപോലെ ഞാൻ തിരിച്ചു വിടുന്നു 1 2 3 4 5. ഓക്കെ, ഇനി ഞാൻ എന്താ സെലക്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബ്രാഞ്ച് ഉണ്ടല്ലോ, ഈ ബ്രാഞ്ച് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു കാർബൺ, അതായത് നമ്മുടെ കേസിൽ പറയുന്ന ഈ ഒരു CHൽ ഏറ്റവും കുറവ് നമ്പർ ഏതാ വന്നേന്ന് നോക്കണം. ഓക്കെ, സോ ഈ ഒരെണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അറിയാം, ഈ താഴെ ഞാൻ ഇട്ടേക്കുന്ന നമ്പറിംഗ് സിസ്റ്റത്തിലാണ് ഏറ്റവും ചെറിയ നമ്പർ വന്നേക്കുന്നത്, അതായത് 2. അപ്പോൾ ഞാൻ ഈ 2 എന്ന് പറയുന്ന നമ്പറിനെ വേണം ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ. സോ ഞാൻ 2നെ സെലക്ട് ചെയ്യുന്നു, ഒരു ഹൈഫൻ ഞാൻ കൊടുക്കുന്നു. ഇനി രണ്ടാമത്തെ പൊസിഷനിലെ എൻ്റെ ബ്രാഞ്ച് ഏതാന്നുള്ളതാണ് ഞാൻ അടുത്ത് എഴുതേണ്ടത്. സോ ഈ ഒരു ബ്രാഞ്ച് കണ്ടാൽ അറിയാം ഇവിടെ നമ്പർ ഓഫ് കാർബൺ എന്ന് പറയുന്നത് 1 ആണ്. കുറച്ച് മുന്നേ ഞാനൊരു വേർഡ് റൂട്ട് തന്നല്ലോ, അതിലെ 1 വന്നു കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഏതാ, മെത്താണ്. സോ ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നു, മെത്ത് എന്ന് പറയുന്നതിൻ്റെ വേർഡ് റൂട്ട് എഴുതുന്നു, METH. ഓക്കെ, ഇനി ഈ പറയുന്ന മെത്ത് എഴുതിയത് ബ്രാഞ്ച് ആണെന്ന് കാണിക്കാനായിട്ട് ഞാൻ ഇതിൻ്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യണം, YL എന്ന് പറയുന്ന ഒരു വേർഡ് റൂട്ടും കൂടെ ആഡ് ചെയ്യണം. സോ ഇപ്പം എന്ത് കഴിഞ്ഞു, എൻ്റെ ബ്രാഞ്ചിൻ്റെ കാര്യമെല്ലാം കഴിഞ്ഞു. അതായത് 2 എന്ന് പറയുന്നത് ഈ ബ്രാഞ്ചിൻ്റെ പൊസിഷനെ കാണിക്കുന്നു, ചെറിയൊരു ഹൈഫൻ ഇടുന്നു. ഇനി ബ്രാഞ്ച് ഏതാന്നുള്ളത് ഞാൻ മെത്ത് എഴുതിയിട്ട്, കാരണം ഇതിൽ ഒരു കാർബൺ ആറ്റം ആയതുകൊണ്ട് മെത്തെന്ന് എഴുതി, പിന്നെ YL ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, ഇനി എൻ്റെ ഇത് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇനി എൻ്റെ മെയിൻ ചെയിൻ്റെ കാര്യമാണ് എനിക്കിനി അടുത്ത് എഴുതേണ്ടത്. സോ മെയിൻ ചെയിൻ എഴുതാനായിട്ട് ഞാൻ സ്പേസ് ഒന്നും വിടരുത്, ഈ മെയിൻ ചെയിനിൽ എത്ര കാർബൺ ഉണ്ടെന്നുള്ളത് ഞാൻ കൗണ്ട് ചെയ്യണം. സോ എൻ്റെ കയ്യിൽ എത്ര 5 കാർബൺ ഉണ്ട്. 5 വരുമ്പോൾ അതിനുള്ള വേർഡ് റൂട്ട് ഏതാണെന്ന് വെച്ചാൽ പെൻഡ് ആണ്. സോ പെൻഡ് എഴുതി. ഓക്കെ, ഇനി എൻ്റെ മെയിൻ ചെയിൻ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇതിൽ എല്ലാം സിംഗിൾ ബോണ്ടാണ് ഉള്ളത്. ഓക്കെ, സോ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് ANE എന്നുള്ളതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. സോ എൻ്റെ IUPAC നെയിം എന്ന് പറയുന്നത് ഇതായിരിക്കും, 2-methyl pentane. ഓക്കെ, ഈ ഒരു മെത്തേഡിൽ കൂടെയാണ് നമ്മളൊരു ആൽക്കൈൻ്റെ, അതായത് സിംഗിൾ ബ്രാഞ്ച് ഉള്ള ആൽക്കൈൻ്റെ നെയിമിംഗ് നമ്മൾ ചെയ്യുക. ഓക്കെ, ഇന്ന് നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ഇതിന് നെയിമിംഗ് കൊടുക്കാൻ പോവുകയാണ്. സോ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ഇതിന്റെ മെയിൻ ചെയിനെ നമ്മൾ കണ്ടുപിടിക്കണം. സോ ഫസ്റ്റ് ഞാൻ ഈ ഒരു മെയിൻ ചെയിൻ നോക്കുന്നു, ഇതിൽ എത്ര നമ്പർ ഓഫ് കാർബൺ ഉണ്ടെന്ന് ഫസ്റ്റ് ഉണ്ട് നോക്കുന്നു. സോ ഇങ്ങനൊരു മെയിൻ ചെയിൻ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ നമ്പർ ഓഫ് കാർബൺ എന്ന് പറയുന്നത് 5 എണ്ണമാണ്. ഓക്കെ, ഇനി ഇതാണോ എൻ്റെ ഹൈഡ്രോ കാർബൺ, അതോ ഇതിൽ നമ്പേഴ്സ് കൂടുതലുള്ള ഹൈഡ്രോ കാർബൺ വരുമോ എന്ന് ഞാൻ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. സോ ഞാൻ ഇങ്ങനെ ഒരെണ്ണം കൂടെ സെലക്ട് ചെയ്യുന്നു, ഇതിലെ കാർബണിന്റെ എണ്ണം ഞാൻ ജസ്റ്റ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുന്നു. ഇത് കൗണ്ട് ചെയ്യുമ്പോഴും എനിക്ക്
5 എന്ന് പറയുന്നത് തന്നെയാണ്. സോ ഇതിലേതെങ്കിലും ഒന്ന് ഞാൻ സെലക്ട് ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഒരു കേസിൽ ഇതിനെ മെയിൻ ചെയിനായിട്ട് സെലക്ട് ചെയ്യുന്നു. സോ ഇപ്പം എനിക്ക് എന്ത് കിട്ടി? എൻ്റെ മെയിൻ ചെയിനെ പിടി കിട്ടി. ഇനി ഈ വന്നേക്കുന്ന ബാക്കി എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? എൻ്റെ ബ്രാഞ്ചസ് ആയിരിക്കും. ഇനി കുറച്ച് പിന്നെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നമ്പർ ഇട്ട് കൊടുക്കുന്നു. ഈ ഒരു കേസിൽ നമ്മുടെ ബ്രാഞ്ച് വന്നേക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ഇട്ടതിൽ 3 തന്നെയാണ്. സോ നമ്മൾക്ക് എടുക്കേണ്ട നമ്പർ 3 ആണ്. സോ 3 എന്ന് പറഞ്ഞുള്ള നമ്പർ സെലക്ട് ചെയ്തു, ഹൈഫൻ ഇടുന്നു. ഇനി എൻ്റെ ബ്രാഞ്ചിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ 2 കാർബൺ ഉണ്ട്. 2 കാർബൺ വരുമ്പോൾ ഉള്ള വേർഡ് റൂട്ടാണ് എത്ത്. സോ ഞാൻ എത്തെന്ന് എഴുതുന്നു. ബ്രാഞ്ച് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള YL കൂടെ ആഡ് ചെയ്യുന്നു. ഇനി എൻ്റെ മെയിൻ ബ്രാഞ്ചിൽ 5 കാർബൺ ഉണ്ട്. സോ ഞാനിവിടെ പെൻറ്റെയിൻ എന്നും കൂടെ എഴുതുന്നു. ഇതാണ് ഇതിൻ്റെ IUPAC നെയിം. സോ ഇത്രയും സിമ്പിൾ ആണ് ഇതിനെ നെയിമിങ് ചെയ്യാനായിട്ട്. ഇപ്പം ഞാൻ കാണിച്ചു തന്ന ഈ സെയിം എക്സാമ്പിളിൻ്റെ കൂടെ ഞാൻ ഒരു കാർബണും കൂടെ ആഡ് ചെയ്യുന്നു. എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒന്ന് ആഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഒരു CH3 മാറിയിട്ട് ഇവിടെ CH2 എന്നും കൂടെ ആക്കാം. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ നെയിമിംഗ് ആണ് അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് കുറച്ച് മുന്നത്തെ പോലെ തന്നെ മെയിൻ ബ്രാഞ്ചിനെ കണ്ടുപിടിക്കാന്നുള്ളതാണ്. സോ ഇത് ഞാൻ നോക്കുന്നു, ഇതിൽ എത്ര കാർബൺ ആറ്റം ഉള്ളതെന്നുള്ളത് ഞാൻ എണ്ണി നോക്കുന്നു. സോ ഇതിൽ 6 ഉണ്ട്. ഇനി കുറച്ച് മുന്നേ ചെയ്ത പോലെ ഞാൻ വേറെ ഏതെങ്കിലും മെയിൻ ചെയിന് ചാൻസ് ഉണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നു. സോ ഇങ്ങനെ ഒരെണ്ണത്തിന് ചാൻസ് ഉണ്ടോ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നു. സോ ഇതിൻ്റെ നമ്പർ 6 തന്നെയാണ്. സോ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ നമ്പർ ചെയിനായിട്ട് വരുന്ന 6 ആണ്. സോ ഞാൻ കുറച്ച് മുന്നേ കാണിച്ച ഇതിനെ ഞാൻ മെയിൻ ചെയിനായിട്ട് സെലക്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഇതിനെന്തായിരിക്കും? നമ്മുടെ ബ്രാഞ്ച് ആയിട്ടും വരും. സോ ഇതാണ് എൻ്റെ മെയിൻ ചെയിൻ, ഇതാണ് എൻ്റെ ബ്രാഞ്ച്. ഇത് ഞാൻ നെയിം ചെയ്യാൻ പോവുകയാണ്. കുറച്ച് മുന്നത്തെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്പർ ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, നമ്മുടെ ബ്രാഞ്ച് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു കാർബണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ 3 ആയിരിക്കും സെലക്ട് ചെയ്യുക. കാരണം 4 എന്ന് പറയുന്നത് 3-നേക്കാട്ടും വലുതാണ്. സോ നമ്മൾ 3 ആയിരിക്കും ഇതിൽ സെലക്ട് ചെയ്യുക. സോ 3 ഹൈഫൻ ഇടുന്നു. നമ്മുടെ ബ്രാഞ്ചിലേക്ക് വരുന്നു. ബ്രാഞ്ചിൽ 2 കാർബൺ ആറ്റം ഉണ്ട്. സോ എത്ത് യൂസ് ചെയ്യുന്നു. ബ്രാഞ്ച് ആണ് കാണിക്കാനായിട്ട് YL ഞാൻ യൂസ് ചെയ്യുന്നു. ഇനി എൻ്റെ മെയിൻ ചെയിനിൽ 6 ഉണ്ട്. സോ 6ന്റെ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ഹെക്സ് ആണ്. അതുപോലെ ഇതെല്ലാം സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഞാൻ ANE കൂടെ ആഡ് ചെയ്യുന്നു. സോ ഇതിൻ്റെ നെയിം എന്ന് പറയുന്നത് 3-ethyl hexane എന്നായിരിക്കും. ഓക്കെ, ഇനി ഞാൻ എന്നെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മുന്നത്തെ സെയിം എക്സാമ്പിൾ ഇവിടെ ഞാൻ അടുത്തൊരു കാർബൺ ആറ്റത്തിന് ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്തിനാണ് ഞാൻ ഇങ്ങനെ സെയിം എക്സാമ്പിൾ തന്നെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം വരുമ്പോൾ പോലും അതിൻ്റെ നെയിം എങ്ങനെയാണെന്ന് മാറുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരേ എക്സാമ്പിൾ തന്നെ ഞാനിങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ഓക്കെ, കുറച്ച് പേരെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നു. മെയിൻ ചെയിനെ കണ്ടുപിടിക്കാൻ പോകുന്നു. സോ ഞാൻ ഫസ്റ്റ് ഈ ഒരു ചെയിനെ തന്നെ ചെക്ക് ചെയ്യുന്നു, എത്ര കാർബൺ ഉണ്ടെന്ന് ജസ്റ്റ് എണ്ണി നോക്കുന്നു. ഇത് ചെയ്തപ്പോൾ എനിക്ക് 6 കാർബൺ ഉണ്ടെന്ന് കിട്ടി. ഇനി ഇത് തന്നെയാണോ വേറെ ഏതിന് പോസിബിലിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഈ ഒരെണ്ണം കൂടെ ചെക്ക് ചെയ്യുന്നു. ഇതിൽ എത്ര കാർബൺ ഉണ്ടെന്നുള്ളത് ഞാൻ ഇനി കൗണ്ട് ചെയ്ത് നോക്കുന്നു. സോ ഇത് ഞാൻ നോക്കിയപ്പോഴത്തേന് എനിക്കിതിൽ 7 കാർബൺ ഉണ്ട്. സോ എൻ്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഇതായിരിക്കും. ഓക്കെ, കണ്ടോ, ഞാൻ വെറും ഒരു CH3 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ മെയിൻ ചെയിൻ തന്നെ മാറിക്കഴിഞ്ഞു. സോ ഇതായിരിക്കും ഞാൻ ഇനി മെയിൻ ചെയിനായിട്ട് യൂസ് ചെയ്യുക. ഓക്കെ, ഇത് മെയിൻ ചെയിൻ ആയി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇതെന്തായി കഴിഞ്ഞു? ഇതെൻ്റെ ബ്രാഞ്ചായി. സോ ഇതെൻ്റെ ബ്രാഞ്ച്, ഇതെൻ്റെ മെയിൻ ചെയിൻ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് മുന്നേ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ നെയിമിംഗ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്പറിംഗ് തന്നെ. സോ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നമ്പറിംഗ് ഞാൻ കഴിഞ്ഞു. എൻ്റെ ബ്രാഞ്ച് കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു കാർബണിൻ്റെ പൊസിഷൻ 4 ആണ്. സോ 4 ഇട്ടു, ഹൈഫൻ കൊടുക്കുന്നു. എൻ്റെ ബ്രാഞ്ചിൽ 2 കാർബൺ ആണ്. സോ എത്തെന്ന് പറയുന്ന റൂട്ട് ഇട്ട് കൊടുക്കുന്നു. ഇനി ബ്രാഞ്ച് ആണെന്ന് കാണിക്കാനായിട്ട് ഞാൻ YL ആഡ് ചെയ്യുന്നു. ഇനി എൻ്റെ മെയിൻ ബ്രാഞ്ചിൽ 7 കാർബൺ ആയതുകൊണ്ട് 7ന്റെ വേർഡ് റൂട്ട് ആയിട്ടുള്ള ഹെപ്റ്റ് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ANE കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നു. സോ ഇതായിരിക്കും എൻ്റെ ഈ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ നെയിമിങ്. സോ 4-ethyl heptane എന്നാണ് ഈ ഒരു ഹൈഡ്രോ കാർബണിൻ്റെ
നെയിം. ഇപ്പൊ നിങ്ങൾക്ക് സിംഗിൾ ബ്രാഞ്ച് ഉള്ള ഹൈഡ്രോ കാർബണിന് എങ്ങനെയാണ് നെയിമിംഗ് കൊടുക്കുക എന്നുള്ളത് മനസ്സിലായി എന്ന് കൂട്ടുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ കൊടുത്താൽ മതി. ഇനി അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ പൊസിഷനിൽ ബ്രാഞ്ച് വന്നു കഴിഞ്ഞാൽ അതിന് നെയിമിംഗ് കൊടുക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ നോക്കാം. അപ്പൊ ഇതുപോലത്തെ ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തോ അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം.